പിറ്റേ ദിവസം വിവേകും വീട്ടുകാരും ആരവിനെ പെണ്ണ് കാണാനായി വീട്ടിലേക്ക് വന്നു. ആരവിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിവേക് ഈ വിവാഹത്തിന് സമ്മതം മൂളിയത്. ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ വിവാഹം നടത്തുക, അതിനു മുൻപ് ആരവിൻ്റെ ഉള്ളിൽ നിന്നും ജീവയുടെ ഓർമ്മകൾ ഇല്ലാതാക്കുക എന്നതാണ് ഈ പെണ്ണ് കാണലിൻ്റെ പ്രധാന ഉദ്ദേശം. പെണ്ണിൻ്റെ വരവും കാത്തു നിൽക്കുന്ന വിവേക് പിന്നീട് അവിടെ അരങ്ങേറിയ സംഭവങ്ങളൊക്കെയും കണ്ടതും കിളി പോയി നിൽക്കുവാണ്. ജീവ കഴിഞ്ഞ ദിവസം ആരവിനോട് പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും അതുപോലെ നടന്നു. ആരു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതും വിവേകും കുടുംബവും എന്തോ പോയി അണ്ണാനെ പോലെ അവിടുന്ന് സ്ഥലം വിട്ടു. കാരണം ജീവയും ആരുവും തമ്മിൽ വെറും താലിബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് അവൻ കരുതിയിരുന്നത്. തൻ്റെ കല്യാണം മുടങ്ങിയ ജീവ ഇഷ്ടമില്ലാതെയാണ് അവളെ കല്യാണം കഴിച്ചതെന്ന് അവൻ ആരൊക്കെയോ പറഞ്ഞ് അറിഞ്ഞിരുന്നു. അതിനാലാണ് ഈ കല്യാണത്തിന് അവൻ താല്പര്യം കാട്ടിയത്. മാധവൻ തമ്പി ഗൗരവം നിറഞ്ഞ മുഖത്തോടെ പൂമുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അയാളുടെ വായിൽ നിന്നും എന്തെങ്കിലും വീഴാൻ കാത്തിരിക്കുകയാണ്. ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിൽ കരുതി സിദ്ധു ദേഷ്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്നും പറഞ്ഞ് മേലെടുത്ത ഗേറ്റ് ചവിട്ടി തുറക്കുന്നത് കണ്ടതും കിഷോറും പിന്നാലെ ചെന്നു. ജീവ, ഡാ ജീവ, ഇവിടെ ഇറങ്ങി വാടാ, സിദ്ധു ഉറക്കെ വിളിച്ചു പറഞ്ഞു. സിദ്ധുവിൻ്റെ ഈ വരവ് പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്ന ജീവ കുറച്ചു നേരം കഴിഞ്ഞു കൃത്രിമ ഗൗരവം നടിച്ചു പുറത്തു വന്നു. കൂടെ ആദിയും അഭിയും ആകാശും പിന്നെ അവിടുത്തെ സ്ത്രീജനങ്ങളും. ഇങ്ങനെ തൊള്ള പൊളിച്ചു പോവാനേ ഇത് പുത്തം പുരക്കലല്ല, ജീവ ഇതിരി കടിപ്പിച്ച് പറഞ്ഞു. നിന്നെ ഞാനിന്ന് കൊല്ലുമടാ എന്നും പറഞ്ഞ സിദ്ധു ജീവയുടെ കോളറിൽ കുത്തിപ്പിടിച്ചതും ജീവ തിരിച്ചും സിദ്ധുവിൻ്റെ കോളറിൽ കയറി പിടിച്ചു. ഇരുവരും തമ്മിൽ മൽപ്പിടുത്തം നടക്കുന്നതിനിടയിൽ സിദ്ധുവിൻ്റെ ഒരടി ജീവയുടെ മുഖത്തു കൊണ്ടു. ഡാ തെണ്ടി, ഒരുമാതിരി മറ്റേടത്തെ പരിപാടി കാണിക്കല്ലേ, ഇത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതാണല്ലോ, ദേഹത്തോട്ട് കളിച്ചാലുണ്ടല്ലോ പൊന്നുമോനെ വിവരം അറിയും കേട്ടോ. ജീവ സിദ്ധു കേൾക്കാൻ പാകത്തിൽ പതുക്കെ പറഞ്ഞു. എടാ, ഒരു ഒറിജിനാലിറ്റി ഒക്കെ വേണ്ടേ, നീ ഒന്ന് ക്ഷമി. ഇതേ ഒറിജിനാലിറ്റി ഒന്നുമല്ല, നീ മുൻവൈരാഗ്യം തീർക്കുക എന്നൊരു സംശയം എനിക്കില്ലാതില്ല. എടാ, ഇതിപ്പോൾ ഞാനായതുകൊണ്ടേ ഒരടിയിൽ ഒതുങ്ങി, ചെറിയച്ഛനായിരുന്നല്ലേ നിൻ്റെ പൊടി പോലും ബാക്കിയുണ്ടാകുമായിരുന്നില്ല. ജീവയും സിദ്ധുവും അടിയുടെ ഇടയിൽ ആരും കേൾക്കാത്ത വിധത്തിൽ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് മുത്തശ്ശനും ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് വരുന്നത്. ജീവയും സിദ്ധുവും തമ്മിലുള്ള അടി കണ്ടതും മുത്തശ്ശനായ ശങ്കരൻ ഉറക്കെ പറഞ്ഞു, പിടിച്ചു മാറ്റടാ രണ്ടിനെയും. അത് കഴിഞ്ഞിട്ട് ആകാശ് രണ്ടിനെയും പിടിച്ചു മാറ്റാൻ ചെന്നതും സിദ്ധുവിൻ്റെ കയ്യിൽ നിന്നും ആകാശിനും കിട്ടി 2 എണ്ണം. രണ്ടും ഓവർ എക്സ്പ്രഷൻ ഇട്ട് കൂളാക്കൂന്നാ തോന്നുന്നത് എന്നും പറഞ്ഞ് ആകാശ് ജീവയെ പിടിച്ചു മാറ്റി. എടാ, ഇവൻ ആള് ശരിയല്ലട്ടാ, കിട്ടിയ ഗ്യാപ്പിൽ ഗോളടിച്ചത് കണ്ടില്ലേ. കവിളി തടവിക്കൊണ്ട് സിദ്ധുവിനെ നോക്കി ആകാശ് ജീവയോട് പതുക്കെ പറഞ്ഞു. തൽക്കാലം നീ ഒന്ന് ക്ഷമി, എല്ലാം ഒന്ന് ഒതുങ്ങിക്കോട്ടെ, നമുക്കേ അവനിട്ട് ഇതിൻ്റെ പലിശ സഹിതം കൊടുക്കാം, ആകാശിനോട് ജീവ പതുക്കെ പറഞ്ഞു. ജീവ, എന്താ അവിടെ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ശങ്കരൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. അറിയില്ല മുത്തശ്ശ, ഇവനാണ് ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയത്, ജീവ നിഷ്കുവായി പറഞ്ഞു. നിനക്കൊന്നും അറിയില്ലല്ലേ, എന്നാൽ ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഭാര്യ, അതായത് എൻ്റെ പെങ്ങൾ ആരാധ്യ അശോക് എന്ന ആരു, അവൾ ഗർഭിണിയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നീയല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിലേ നടക്കില്ല ജീവ. അത് കേട്ടതും തറവാട് മുഴുവനങ്ങ് കുലുങ്ങുന്നു. എല്ലാവരും ഞെട്ടലോട് ഞെട്ടൽ. പല മുഖങ്ങളിലും അഗ്നി എറിയുന്നത് ജീവ ഒളികണ്ണാലെ നോക്കി. കൂടെ മുത്തശ്ശൻ്റെയും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ എക്സ്പ്രഷനും. പറയടാ, ഇത് നിൻ്റെ കുഞ്ഞല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നീ അറിയാതെ സംഭവിക്കുന്ന കാര്യമല്ലല്ലോ ഇത്. ജീവയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് സിദ്ധു അത് പറഞ്ഞതും ജീവ പതുക്കെ പറഞ്ഞു, എടാ, ഇത്തിരി മാന്യമായ ഭാഷയിൽ പറയടാ തെണ്ടി. തൽക്കാലം ഇത്രയും മാന്യതയൊക്കെ കാണുള്ളൂ, സാറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. സിദ്ധു പറഞ്ഞത് കേട്ടതും ജീവ പല്ല് ഞെരിച്ചു. എടാ ജീവ, ഡയലോഗ് പറയടാ തെണ്ടി, ഇനി നിന്റെ ഊഴമാണ്, സിദ്ധു ജീവ കേൾക്കാൻ പാകത്തി പറഞ്ഞു. അത് കേട്ടെന്ന പോലെ ജീവ എല്ലാവരും കേൾക്കാനെന്ന പോലെ ഉറക്കെ പറഞ്ഞു, ഇല്ല, കുഞ്ഞിൻ്റെ പിതൃത്വം ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല. ഇത് കേട്ട് വീണ്ടും തറവാട് കുലുങ്ങുന്നു. വിത്ത് ബീജിയാണ് കേട്ടോ, എല്ലാവരും കേട്ടോ. എന്നിട്ടിപ്പോൾ ഇവൻ ഞങ്ങളുടെ പെങ്ങളെ ഉപേക്ഷിച്ചു വേറെ കെട്ടാൻ പോണു. നടക്കില്ല, എൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം ഒന്നും നടക്കില്ല. ഞങ്ങൾക്ക് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ, സിദ്ധു കടുപ്പിച്ച് പറഞ്ഞു. എന്താ നിനക്കറിയേണ്ടത്? സിദ്ധുവിൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ജീവ ചോദിച്ചു. എൻ്റെ പെങ്ങളുടെ കാര്യത്തിൽ നീ എന്ത് തീരുമാനിച്ചു? നിന്റെ വീട്ടുകാരുടെ സമ്മതം കിട്ടാൻ കാത്തിരുന്ന നടക്കില്ല ജീവ. ജീവയ്ക്ക് താലി കെട്ടിയ പെണ്ണിനെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും സ്വീകരിക്കാനേ ആരുടെയും സമ്മതമൊന്നും ആവശ്യമില്ല. പക്ഷേ അവൾ നിങ്ങളുടെ വീട്ടിലെ പെണ്ണായതുകൊണ്ടും എൻ്റെ അപ്പച്ചിയെ ചതിച്ചവൻ്റെ മകളായതുകൊണ്ടും അവളെ സ്വീകരിക്കണമെങ്കിലേ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്ത് കണ്ടീഷൻസ്? സിദ്ധുവിൻ്റെ ആ ചോദ്യം പെട്ടെന്നായിരുന്നു.
അതായത് നിന്റെ ചെറിയച്ഛൻ കാരണം ജീവിതം നശിച്ചുപോയ ഒരു പാവം സ്ത്രീയുണ്ടിവിടെ. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന എൻ്റെ അപ്പച്ചി ഒഴുക്കിയ കണ്ണുനീരിന് പകരം വെക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നഷ്ടപ്പെട്ടു പോയ അവരുടെ ജീവിതം തിരിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കുടുംബത്തിന് പറ്റുമോ? പറ. അതിനുത്തരം പറഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ തീരുമാനിക്കാൻ. ഇത്രയും നേരം അവിടെ നടന്നതൊക്കെയും കണ്ടും കേട്ടും ഒന്നും മിണ്ടാതിരുന്ന ചെറിയച്ഛന്മാരും മുത്തശ്ശനും ജീവയുടെ ചോദ്യം കേട്ട് പുച്ഛത്തോടെ സിദ്ധുവിനെ നോക്കി. സിദ്ധു എന്ത് പറയണം എന്നറിയാതെ കുഴങ്ങി. പറയടാ, എന്താ നിന്റെ നാക്കിപ്പോ ഇറങ്ങിപ്പോയോ? ജീവ വീണ്ടും ചോദിച്ചു. ഇതേ സമയം ആദിയും അവിയും ഒരു ഭാഗത്ത് നിന്നതൊക്കെ കണ്ട് രസിക്കുകയാണ്. ഇവരിത് കുളമാക്കുന്ന തോന്നുന്നത്. രണ്ടും ഒടുക്കത്തെ ഓവർ ആക്ടിങ്. ആദി തൻ്റെ അഭിപ്രായം പറഞ്ഞു. ആര് പറഞ്ഞു? ജീവേട്ടൻ ഓവർ ആക്ടിങ് ആയിരിക്കും, പക്ഷെ സിദ്ധു ഏട്ടൻ സൂപ്പർ. ആ ഭാവവും ഡയലോഗ് ഡെലിവറിയും ടൈമിങ്ങും എല്ലാം പക്കയാ. അബി പറഞ്ഞത് കേട്ടതും ആദി അബിയെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. അത് ശരിയാ, അങ്ങേരൊരു മികച്ച നടനാണെന്നേ എനിക്ക് പല തവണ തോന്നിയിട്ടുണ്ട്. എടാ ആദിയെ, നീ കുത്തി പറയുന്നതാണോന്നൊരു തോന്നൽ. തോന്നും. എടി, നമ്മളിങ്ങനെ സംസാരിച്ചാലേ എല്ലാവർക്കും ഡൗട്ട് അടിക്കും. നീയേ അതുകൊണ്ട് സാഡ് എക്സ്പ്രഷൻ ഇടാൻ നോക്ക്. എടാ, ഇത്രയും മതിയോ? അയ്യേ, ഇത് പശു ചാണകിടുമ്പോഴുള്ള എക്സ്പ്രഷനല്ലേ? ആദ്യം അബിയെ കളിയാക്കി. പോടന്ന് എന്നും പറഞ്ഞു അവനെ ഇടിച്ചതും ഇരുവരുടെയും പ്രവർത്തികൾ റാണി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എടാ, ആ റാണി മുഖർജിയെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. നീ ഇത്തിരി ഡീസൻ്റ് ആവ്. പിന്നെ അവിടെ എക്സ്പ്രഷൻ്റെ ചാകര തന്നെയായിരുന്നു. പറ്റും. ജീവയുടെ ചോദ്യത്തിനുള്ള സിദ്ധുവിൻ്റെ മറുപടി ഉറച്ചതായിരുന്നു. നിന്റെ അപ്പച്ചിയോട് എൻ്റെ ചെറിയച്ഛൻ ചെയ്ത തെറ്റിന് ഞങ്ങൾ തന്നെ പ്രായശ്ചിത്തം ചെയ്യും. ഈ നിൽക്കുന്ന എൻ്റെ ചെറിയച്ഛൻ കിഷോർ എൻ്റെ അപ്പച്ചിയെ സ്വീകരിച്ചാലോ? അതോടെ തീരുവോ നിങ്ങളുടെ പ്രതികാരം? എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങളായിട്ട് ഇല്ലാതാക്കിയ നിങ്ങളുടെ വീട്ടിലെ സന്തോഷം ഞങ്ങൾ തന്നെ തിരിച്ചു തരും. ഇതെൻ്റെ വാക്കാണ്. ഈ വാക്ക് പാലിക്കാൻ പറ്റിയില്ലേൽ ഈ സിദ്ധു പിന്നെ ജീവിച്ചിരുന്നിട്ട് അർത്ഥമില്ല. സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ടതും കിഷോർ സിദ്ധുവിൻ്റെ കവിളിലേക്ക് ആഞ്ഞു തല്ലി. കിഷോറിൻ്റെ അടിയിൽ സിദ്ധു പിറകിലോട്ട് വേച്ചുപോയി. പോക്കിരിത്തരം പറയുന്നോടാ ചെറിയച്ഛൻ. ഞാൻ നമ്മുടെ ആരും അവൾക്ക് വേണ്ടിയല്ലേ. ഞാൻ അന്നേരം മറ്റൊന്നും ഓർത്തില്ല. ഇതൊക്കെ കണ്ട് ജീവയുടെ ചെറിയച്ഛന്മാരായ ബാലുവും ശിവനും മുറ്റത്തിറങ്ങി വന്നു. സിദ്ധുവിന് നേരെ പുച്ഛം നിറഞ്ഞ നോട്ടത്തോടെ പറഞ്ഞു, എടാ മോനെ, പറ്റാവുന്ന പണിക്ക് ഇറങ്ങിയാൽ പോരെ. ഇവനിനി ഞങ്ങളുടെ പെങ്ങളെ കെട്ടാമെന്ന് സമ്മതിച്ചാലും ഞങ്ങൾ അവളെ ഇവന് കെട്ടിച്ചു കൊടുക്കില്ല. കിഷോറിനെ നോക്കിക്കൊണ്ട് ഇരുവരും പറഞ്ഞു. ശിവന്റെയും ബാലുവിൻ്റെയും പരിഹാസം നിറഞ്ഞ സംസാരം കേട്ടതും കിഷോറിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഉറപ്പാണോ? എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്നും പറഞ്ഞ് കിഷോർ ശങ്കരൻ്റെ നേരെ തിരിഞ്ഞു. എനിക്ക് സമ്മതമാണ്. നിങ്ങളുടെ മകൾ സീതാലക്ഷ്മിയെ ഞാൻ എല്ലാം മറന്ന് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കും. പകരം എൻ്റെ ചേട്ടൻ്റെ മകളെ ഞങ്ങൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ജീവ ഒന്നുകൂടി താലി ചാർത്തണം. സമ്മതമാണോ? തൻ്റെ മകളുടെ കല്യാണം നടന്നു കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ശങ്കരൻ അന്നേരം മറ്റൊന്നും ഓർത്തില്ല. അതുകൂടാതെ തൻ്റെ ശത്രുവായ മാധവൻ തമ്പിയുടെ മുന്നിൽ ജയിക്കാനും തല ഉയർത്തി നിൽക്കാനുള്ള അവസരമായിട്ടും തോന്നിയ അയാൾ എല്ലാവരും കേൾക്കാൻ പാകത്തി പറഞ്ഞു, സമ്മതം. അച്ഛൻ്റെ മറുപടി കേട്ട് മക്കളെല്ലാം ഞെട്ടിത്തരിച്ചു. എങ്കിലും അന്നേരം ആരും എതിരഭിപ്രായമൊന്നും പറഞ്ഞില്ല. കിഷോറിന് ശങ്കരൻ വാക്ക് കൊടുത്തിട്ടാണ് അവിടുന്ന് തിരികെ അയച്ചത്. അന്നേരം ജീവയും സിദ്ധുവും ആരും കാണാതെ തംസപ്പ് കാണിച്ചു. സ്വന്തം ഭാര്യയെ ഒന്നുകൂടി കെട്ടാൻ പോകുന്നതിൻ്റെ ത്രില്ലിലായിരുന്നു ജീവ. പുത്തംപുരക്കലെ മാധവൻ തമ്പി ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞു ആദ്യം പൊട്ടിത്തെറിച്ചുവെങ്കിലും ഇത് നമുക്ക് പല രീതിയിൽ അവരെ നാണം കെടുത്താനുള്ള അവസരമാണെന്നും പറഞ്ഞു സിദ്ധു ഒരുവിധം എല്ലാവരെയും സമാധാനിപ്പിച്ചു. അതുപോലെ തന്നെ കൊന്നാലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച ലക്ഷ്മിയെ ജീവ സെന്റിയടിച്ച് വീഴ്ത്തി. തൻ്റെ ആദിയുടെയും കുഞ്ഞിൻ്റെയും കൂടെ ജീവിക്കാൻ എനിക്ക് വിധിയില്ലെന്ന് ഞാൻ കരുതിക്കോളാം അപ്പച്ചി എന്നുള്ള ഒറ്റ ഡയലോഗിൽ ലക്ഷ്മി വീണു. അതുപോലെ വിശ്വനും ഹരിക്കും ബാക്കിയുള്ളവർക്കും ഈ കല്യാണത്തിൽ എതിർപ്പില്ലായിരുന്നുവെങ്കിലും ബാലുവും ശിവനും ശക്തമായി എതിർത്തു. എങ്കിലും അച്ഛന് മുന്നിൽ അവർ മൗനം പാലിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇരു വീട്ടിലും കല്യാണാഘോഷം തുടങ്ങി. പക തീർക്കാനെന്ന പേരും പറഞ്ഞ് ജീവയും സിധുവും പലതും ചെയ്തു മാധവനെയും ശങ്കരനെയും തമ്മിൽ അടുപ്പിക്കുകയാണ് ചെയ്തത്. വീണ്ടും പഴയ സന്തോഷം തിരിച്ചു വരാൻ തുടങ്ങി. കല്യാണത്തിന് 2 ദിവസം ബാക്കി നിൽക്കെയാണ് എല്ലാവരും മറ്റൊരു സത്യം കൂടി തിരിച്ചറിയുന്നത്. ഇതിന്റെ കൂടെ സിദ്ധുവിന്റെ കല്യാണം കൂടി നടക്കുന്നുണ്ടെന്ന്. തങ്ങൾ സിദ്ധുവിന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും കൂടി അറിഞ്ഞതോടെ സിദ്ധു അടക്കം ജീവയും അഭിയും ആകാശും എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞു പോയിരുന്നു. ഇനിയും വീട്ടുകാരെ അപമാനിക്കാൻ വയ്യ എന്ന് കരുതി സിദ്ധു ആ കല്യാണത്തിന് സമ്മതം മൂളിയതും അഭി എല്ലാവരുടെയും സന്തോഷത്തിനു വേണ്ടി സ്വയം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായി.
അബിയുടെ ഉള്ളിലെ വിഷമം ആകാശിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതിനാൽ ആകാശും ആദിയും അരുണും കൂടി മറ്റൊരു പ്ലാൻ തയ്യാറാക്കി. ഇതേ സമയം റാണി ഈ കല്യാണം എങ്ങനെ മുടക്കാം എന്ന ചിന്തയുമായി ഓടി നടന്നു. ഇന്നാണ് ആ വിവാഹം. കതിർ മണ്ഡപത്തിൽ വധൂവരന്മാർ അണിഞ്ഞൊരുങ്ങി വന്നിരുന്നു. വീൽചെയറിൽ നിന്നും തൻ്റെ പെങ്ങളെ കിഷോറിനരികിൽ ചേർത്തിരുത്തിയത് ജീവയുടെ അച്ഛൻ വിശ്വനാഥനാണ്. ലക്ഷ്മിയുടെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിന്നത് കിഷോർ ശ്രദ്ധിച്ചു. ഒരുപാട് വൈകിയാണെങ്കിലും തൻ്റെ പ്രണയം തന്നിലേക്ക് തന്നെ വന്നു ചേർന്നതിൽ കിഷോറിൻ്റെ ഉള്ളം മറ്റാരും കാണാതെ പുളകം കൊള്ളുന്നുണ്ടായിരുന്നു. തൻ്റെ അടുത്തിരിക്കുന്ന ലക്ഷ്മിയെ ആരും കാണാതെ ഒളി കണ്ടിട്ട് നോക്കുമ്പോൾ താൻ പഴയ ആ 22കാരനായിട്ടാണ് അവന് തോന്നിയത്. ലക്ഷ്മി ആ പഴയ 18കാരിയും. ആദ്യം താലി കെട്ട് നടന്നത് കിഷോറിൻ്റെയും ലക്ഷ്മിയുടെയാണ്. കിഷോർ അവളുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ കിഷോറിനെ ഒരു നോട്ടം കൊണ്ട് പോലും പരിഗണിച്ചില്ല എന്നത് അവനിൽ ചെറിയ വിഷമം ഉണ്ടാക്കി. പ്രായത്തെ പോലും മറന്നുകൊണ്ട് ഏറെ പ്രണയത്തോടെ ലക്ഷ്മിയെ കൈകളിൽ കോരിയെടുത്ത് അഗ്നിയെ 7 തവണ വലയം ചെയ്യുമ്പോൾ കിഷോറിൻ്റെ ഉള്ളിൽ താൻ പണ്ടെങ്ങോ കണ്ട സ്വപ്നം പൂവണിഞ്ഞ സന്തോഷമായിരുന്നു. അഗ്നിയെ വലയം ചെയ്യാൻ ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നറിഞ്ഞ ലക്ഷ്മി അത് നിഷേധിക്കാനാവാതെ കണ്ണുകൾ ഇറുക്കിയടച്ചു. ആ നിമിഷം ശങ്കരമേനോൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ആദ്യ, നമുക്കും അതുപോലെ ഒന്ന് ട്രൈ ചെയ്താലോ? ലക്ഷ്മിയെ കൈകളിലേന്തി കിഷോർ അഗ്നിയെ വലയം ചെയ്യുന്നത് ആരുവിനെ കാണിച്ചുകൊണ്ട് ജീവ അത് പറഞ്ഞതും ആരു അവൻ്റെ കയ്യിൽ ചെറുതായെന്ന് നുള്ളി. എന്നും എരിവലിച്ചുകൊണ്ട് ജീവ പറഞ്ഞു, നിന്റെ നഖം ഞാനൊന്ന് വെട്ടുന്നുണ്ട്. ഇല്ലേലേ, എനിക്ക് പണി കിട്ടും എന്നും പറഞ്ഞ് അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിയതും അവൾ അന്നേരം മുഖം വെട്ടിച്ചു. അതേസമയം ജീവ നിറഞ്ഞ മനസ്സാലെ ആരുവിനെ വീണ്ടും തൻ്റെ പാതിയാക്കി. അതിൻ്റെ കൂടെ എല്ലാവർക്കുള്ള മറുപടി എന്നോണം അവളുടെ കവളിൽ ചുണ്ട് ചേർക്കാനും അവൻ മറന്നില്ല. അന്നേരം ആര് ചുണ്ട് കൂർപ്പിച്ച് അവനെ നോക്കി. തൻ്റെ മുന്നിലിരിക്കുന്ന പെണ്ണിൻ്റെ മുഖം ദുപ്പട്ട കൊണ്ട് മറച്ചിരിക്കുന്നത് എന്തിനാണെന്ന് സിദ്ധു ചിന്തിക്കാതിരുന്നില്ല. ഇതേ കാര്യം ചോദിക്കുന്ന മറ്റു പലരോടും ആകാശം അരുണും കുട്ടിക്ക് നാണമാണെന്നും മറ്റു ചിലരോട് അത് പെൺവീട്ടുകാരുടെ ആചാരമാണെന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറിയെങ്കിലും താലി കെട്ട് കഴിഞ്ഞ് സിന്ദൂരം ചാർത്താൻ നേരം പെണ്ണിൻ്റെ മുഖത്ത് നിന്ന് ദുപ്പട്ട മാറ്റിയതും മുന്നിലിരിക്കുന്ന അബിയെ കണ്ട് സിദ്ധുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നെങ്കിലും യാന്ത്രികമായി അവൻ്റെ കൈകളാൽ അവളുടെ സീമന്തരേഖ ചുവന്നിരുന്നു. സിദ്ധു കെട്ടാനിരുന്ന പെണ്ണായ മാളവികയ്ക്ക് പകരം അവിടെ അബിയെ കണ്ടതും എല്ലാവരും തറഞ്ഞു പോയിരുന്നു. അതിൻ്റെ കൂടെ മാളവികയുടെ അച്ഛനും അമ്മയും മാളവിക എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആകാശ് ഒരു മുറി തുറന്നു മാളവികയെ പുറത്തിറക്കി. സിദ്ധുവിൻ്റെ അരികിൽ നിൽക്കുന്ന അബിയുടെ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും കണ്ടതും അവളുടെ കണ്ണുകൾ നിറയുന്നത് ആകാശ് ശ്രദ്ധിച്ചു. തൻ്റെ അനിയത്തി സിദ്ധുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും അവളുടെ വിഷമം കണ്ടിട്ടാണ് താനിത് ചെയ്തതെന്നും തനിക്കൊഴികെ ഇതിൽ മറ്റാർക്കും പങ്കില്ല എന്ന് പറഞ്ഞതും അടുത്ത നിമിഷം ആകാശിൻ്റെ അച്ഛൻ്റെ കൈ അവൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു. മറ്റൊരു പെണ്ണിൻ്റെ കണ്ണുനീർ വീഴ്ത്തിയിട്ടാണോടാ സ്വന്തം പെങ്ങൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നത്? അച്ഛൻ്റെ വാക്കുകൾ ആകാശിൻ്റെ ഹൃദയത്തിൽ എവിടെയോ ചെന്ന് പതിച്ചു. ശരിയാണ്, തൻ്റെ പെങ്ങളെപ്പോലെ തന്നെ വേദനയും വികാരവും ഒക്കെയുള്ള മറ്റൊരു പെണ്ണാണ് ഇവളും. പക്ഷേ അനിയത്തിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഏട്ടൻ എന്ന നിലയിൽ തനിക്കത് ചെയ്യേണ്ടി വന്നു. മാളവികയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ആകാശിന് കുറ്റബോധം തോന്നി. മുതിർന്നവർ എല്ലാവരും അവനെ കുറ്റപ്പെടുത്തി. ജീവയും സിദ്ധുവും അന്നേരം മൗനം പാലിച്ചു. അതിനേക്കാളേറെയൊക്കെ അവന് വിഷമം തോന്നിയത് മാളുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം കണ്ടപ്പോഴാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. മാളുവിൻ്റെ കൈയും പിടിച്ച് കതിർ മണ്ഡപത്തിലെത്തി പൂജാരിയോട് ചോദിച്ചു, തിരുമേനി, മുഹൂർത്തം കഴിഞ്ഞില്ലല്ലോ? ഇല്ല. എന്നാ ആ നാദസ്ര മേളം കൂടി അങ്ങോട്ട് ഉയർന്നോട്ടെ തിരുമേനി, ഒരു കെട്ട് കൂടി ഉണ്ട് കേട്ടോ. അത് കേട്ടെന്ന പോലെ വീണ്ടും അവിടെ നാദസ്ര മേളം ഉയർന്നു. തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു താലിയെടുത്ത് ആകാശ് മാളുവിൻ്റെ കഴുത്തിൽ ചാർത്തി. കൂടെ ഒരു നുള്ള സിന്ദൂരം കൊണ്ട് അവളുടെ സീമന്തരേഖ ചുവപ്പിക്കുമ്പോൾ അവൾ അവനെ ഇമചിമ്മാതെ നോക്കി നിന്നു. ഇതൊക്കെ കണ്ടു എല്ലാവരും വായും പൊളിച്ച് നിൽപ്പാണ്. ഞാൻ ചെയ്ത തെറ്റേ ഞാനായിട്ട് എന്നെ തിരുത്തിയിട്ടുണ്ട്. ഇതുപോലൊരു സിറ്റുവേഷൻ വരും എന്ന് കരുതിയിട്ടാണ് ഇവരുടെ താലിയുടെ കൂടെ എക്സ്ട്രാ ഒരു താലി കൂടി വാങ്ങിച്ചത്. ആരെങ്കിലും ഇവളെ കെട്ടാൻ തയ്യാറാണെങ്കിൽ അങ്ങോട്ട് കെട്ടിക്കാന്ന് കരുതി. പക്ഷെ ഞാൻ തന്നെ കെട്ടേണ്ടി വരുമെന്ന് കരുതിയില്ല എന്നും പറഞ്ഞ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാൽ തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങി. പിന്നെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ ബാക്കിയുള്ള മുതിർന്നവരുടെയും. മാളുവിൻ്റെ അച്ഛന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതിപ്പോൾ മോളെ കെട്ടുന്നത് സിദ്ധു ആയാലും ഞാനായാലും കണക്കാ. അവനാണെങ്കിൽ പക്കാ ഫ്രഷാണെന്ന് പറയാൻ പറ്റില്ല. അവൻ എൻ്റെ പെങ്ങളോടെ മുടിഞ്ഞ പ്രേമാണ്. അവനത് ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഫ്രഷാണ്, അതിലൊരു പേടിയും വേണ്ട. അതുകൊണ്ട് അച്ഛനും അമ്മയും ധൈര്യമായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞതും അവർ നിറഞ്ഞ മനസ്സോടെ അവരെ അനുഗ്രഹിച്ചു. അതോടെ എല്ലാവരും ഹാപ്പി. അന്നേരം ആകാശിൻ്റെ കണ്ണുകൾ അറിയാതെ മാളുവിലുടക്കി. അവൻ്റെ നോട്ടം തിരിച്ചറിഞ്ഞ മാളു മിഴികൾ താഴ്ത്തി.
ഇതേ സമയം തന്നെ നോക്കി ചിരിക്കാൻ ശ്രമിച്ച അഭിയെ സിദ്ധു കലിപ്പിച്ചു നോക്കി. ഈടങ്ങോട്ട് ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങളായിരുന്നു. വിവാഹാഘോഷം മണിക്കൂറുകൾ നീണ്ടുനിന്നു. ആരുവിനെ ജീവയുടെ കൈകളിൽ ഏൽപ്പിക്കാൻ നേരം കിഷോർ അവനെ ഒന്ന് ഇറുകെ പുണർന്നുകൊണ്ട് പതുക്കെ പറഞ്ഞു, കൊള്ളാം, നിന്റെയും സിദ്ധുവിൻ്റെയും അഭിനയം നന്നായിട്ടുണ്ട്. പക്ഷേ രണ്ടാളും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ആ അടി നടന്ന സമയത്തെ നിങ്ങളുടെ എക്സ്പ്രഷന് അത്ര ഒറിജിനാലിറ്റി പോരായിരുന്നു. അത് കേട്ടതും ജീവ ചെറുതായെന്ന് പതറി. നിങ്ങൾ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഞങ്ങളുടെ കുട്ടിയുടെ കണ്ണ് നിറയാൻ പാടില്ല. അത് കേട്ടതും ജീവയുടെ ശിരസ് താണു. പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എനിക്കറിയാം തനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ആ സ്നേഹം മരണം വരെ ഉണ്ടാവണം. അതാണ് യഥാർത്ഥ പ്രണയം. എനിവേ, താങ്ക്സ്. അതെന്തിനാണെന്ന് എനിക്കും അറിയാം, തനിക്കും അറിയാം. അതും പറഞ്ഞ് അവൻ ജീവയുടെ തോളിൽ ചെറുതായെന്ന് തട്ടി. പിന്നീട് ഗേറ്റ് വരെ രണ്ടുപേരും ചേർത്ത് പിടിച്ച് യാത്രയാക്കി.